السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. عن ابن عباس رضي الله عنهما قال فرض رسول الله صلى الله عليه وسلم زكاة الفطر طهرة للصائم من اللغو والرفث وطعمة للمساكين من أداها قبل الصلاة فهي زكاة مقبولة ومن أداها بعد الصلاة فهي صدقة من الصدقات. رواه أبو داود. ابن عباس رضي الله عنه ഇല്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സക്കാത്തുൽ ഫിത്ർ നോമ്പുകാരന്റെ അനാവശ്യമായ സംസാരത്തിൽ നിന്നും മ്ലേച്ഛമായ സംസാര പെരുമാറ്റങ്ങളിൽ നിന്നുമുള്ള ശുദ്ധീകരണമായി സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാക്കുകയുണ്ടായി. അതേപോലെ സാധുക്കൾക്കുള്ള ഭക്ഷണമായിക്കൊണ്ടും ആരെങ്കിലും പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് അത് നൽകിയാൽ അത് സ്വീകരിക്കപ്പെടുന്ന സക്കാത്താണ്. നമസ്കാരത്തിന് ശേഷമാണ് ആരെങ്കിലും നൽകിയത് എങ്കിൽ അത് ധർമ്മങ്ങളിൽപ്പെട്ട ഒരു ധർമ്മം, ഒരു സ്വതക്ക മാത്രമാകുന്നു. അബൂ ദാവൂദ്. സക്കാത്തുൽ ഫിത്ർ എന്തിനാണ്, അത് എപ്പോൾ കൊടുക്കണം എന്നീ കാര്യങ്ങളാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. സക്കാത്തുൽ ഫിത്ർ എന്ന് നമ്മൾ തിരിച്ച് ഫിത്ർ സക്കാത്ത് എന്ന് പറയും. സക്കാത്തുൽ ഫിത്ർ, ഫിത്റിന്റെ സക്കാത്ത്, നോമ്പ് മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട സക്കാത്താണ്. അതുകൊണ്ടാണ് സക്കാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത്. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കി അതിനോടനുബന്ധിച്ച് നൽകുന്ന ഒരു സക്കാത്ത് എന്നതുകൊണ്ട് ഫിത്റിന്റെ, നോമ്പ് മുറിക്കുന്നതിന്റെ സക്കാത്ത് എന്ന പേര് അതിന് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഹദീസിൽ ഉപയോഗിച്ചത് ആ വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാക്കി എന്നാണ് ഹദീസിലുള്ളത്. ആരാണ് സക്കാത്ത് നൽകാൻ ബാധ്യസ്ഥനായ ആൾ? സാധാരണ സമ്പത്തിന്റെ സക്കാത്ത് നൽകേണ്ട ആളാണോ? അല്ല. മറിച്ച് മറ്റു ചില റിപ്പോർട്ടുകളിൽ അലാകുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിന്റെ മേലും എന്ന് കാണാം. അപ്പോൾ ഇവിടെ ധനികൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പത്തിന്റെ സക്കാത്തിന് സാമ്പത്തിക ശേഷിയുള്ള ആളല്ല എന്ന് കാണാം. അതേപോലെ എല്ലാ ഓരോ ആണിനും പെണ്ണിനും അടിമക്കും സ്വതന്ത്രനും എല്ലാവരുടെ മേലും ഇത് നിർബന്ധമാകുന്നു എന്ന പ്രയോഗവും ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഇവിടെ സക്കാത്ത് നൽകാൻ ബാധ്യസ്ഥരായ ആള് എന്ന് പറയുന്നത് ഒരു കുടുംബനാഥനാണെങ്കിൽ അയാളുടെയും അയാളുടെ ആശ്രിതരായി ഉള്ള കുടുംബത്തിലെ അംഗങ്ങളുടെയും പെരുന്നാൾ ദിവസത്തെ രാപ്പകലുകളുടെ ഭക്ഷണ ചെലവുകളും മറ്റ് അടിസ്ഥാന ആവശ്യങ്ങളും കഴിച്ച് മിച്ചമുള്ളവനാരോ അവനാണ് സക്കാത്ത് നൽകേണ്ടത് എന്നാണ്. കാരണം ആ ഒരു ദിവസത്തെ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് ഇതിന്റെ ലക്ഷ്യമായി ഹദീസിൽ പരാമർശിച്ചിട്ടുണ്ട്. അത് ആ ആവശ്യത്തിന് മതിയായത് ആരുടെ പക്കലുണ്ടോ അവനൊക്കെ ഇത് നൽകണം എന്നർത്ഥം. ഇനി ഒരാളുടെ പക്കൽ, അപ്പോൾ സംശയമുണ്ടാകും, ഒരാളുടെ കയ്യിൽ അയാളുടെ ആവശ്യത്തിന് മതിയായതേ ഉള്ളൂ, അതിനപ്പുറമൊന്നുമില്ല എങ്കിൽ അയാൾ നൽകേണ്ടതില്ല. ഇനി ഒരാളുടെ പക്കൽ തന്റെയും കുടുംബത്തിന്റെയും ആവശ്യത്തിന് മതിയായ ഭക്ഷ്യവസ്തുക്കളും ഉണ്ട്, അതിനു പുറമെ ഒരു സാഴ് കൂടി മിച്ചമുണ്ട് എന്ന് വിചാരിക്കുക, എങ്കിൽ അയാൾ ആ ഒരു സാഴ് സക്കാത്തുൽ ഫിത്റായി നൽകാൻ ബാധ്യസ്ഥനാണ്. അതിലപ്പുറമില്ലെങ്കിൽ അയാൾ വായ്പ വാങ്ങാൻ പോകേണ്ടതില്ല. ഇനി ആ രാത്രി, പെരുന്നാൾ ദിവസത്തെ തലേ രാത്രി, അതായത് ശവ്വാൽ 1 രാവിൽ ഒരാൾക്ക് വേറെ ആളുകൾ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്തു എന്ന് വിചാരിക്കുക, ഇയാളുടെ ഒരു സായിന് പുറമെ. അപ്പോൾ അതും അയാൾ നൽകേണ്ടതാണ്. കാരണം തന്റെ ആവശ്യത്തിന് അപ്പുറമുള്ളത് കിട്ടി, അപ്പോൾ അയാൾ നൽകണം എന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതായി കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്, ഒരാൾ ധനികനായിരിക്കണം ഈ അർത്ഥത്തിൽ. രണ്ടാമത്തേത് സമയമാകണം, സമയമായതിനു ശേഷമേ കൊടുക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ അപ്പോഴാണ് ഒരാൾക്കത് ബാധ്യത ഉണ്ടായിത്തീരുന്നത്. ഏതാണ് സമയം? അവസാന ദിവസത്തെ നോമ്പിന്റെ സൂര്യൻ അസ്തമിക്കുക എന്നതാണ്. അതായത് ശവ്വാൽ 1 സൂര്യൻ അസ്തമിച്ച് രാത്രി തുടങ്ങുന്നത്. അപ്പോൾ മാത്രമാണ് ഒരാൾക്ക് ഇത് ബാധ്യതയായി മാറുന്നത്. കാരണം ഹദീസിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. മറ്റ് ഹദീസുകളിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനു മുമ്പോ ശേഷമോ അത് ബാധ്യതയായി മാറുന്നില്ല. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരാൾ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം, അതായത് അവസാന നോമ്പിന്റെ പകലിലെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മുസ്ലിം അല്ലാത്ത ഒരാൾ മുസ്ലിം ആവുകയോ, അല്ലെങ്കിൽ ഒരു കുട്ടിയുണ്ടാവുകയോ, അല്ലെങ്കിൽ അതിനുശേഷം ഒരാൾ ധനികനാവുകയോ ചെയ്താൽ അയാൾ സക്കാത്തുൽ ഫിത്ർ നൽകൽ നിർബന്ധമില്ല, കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, മുസ്തഹബാണ് എന്ന് മാത്രം. കാരണം ആ സമയത്ത്, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അയാൾക്ക് ബാധ്യത എത്തിയിട്ടില്ല. ഇനി സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് റമദാനിൽ ജീവിച്ച ഒരാൾ മരിച്ചുപോയി എന്ന് വിചാരിക്കുക, അയാളുടെ പേരിലും സക്കാത്തുൽ ഫിത്ർ നൽകേണ്ടതില്ല. കാരണം ഇത് നിർബന്ധമാകുന്ന സമയത്ത് അയാൾ ജീവിച്ചിരിപ്പില്ല.
എന്നാൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്, അതിനുശേഷമാണ് ഒരാൾ മരിക്കുന്നത് എങ്കിൽ അയാളുടെ സക്കാത്തുൽ ഫിത്ർ നൽകേണ്ടതുണ്ട്. കാരണം ഇത് നിയമമാകുമ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നതാണ് അതിന് കാരണം. മൂന്നാമത്തേത്, സക്കാത്തുൽ ഫിത്ർ എന്തിനാണ് നിർബന്ധമാക്കിയിട്ടുള്ളത്, അതിന്റെ ലക്ഷ്യമെന്താണ്? ഒന്ന്, തുഹ്റത്തൻ ലിസ്വാഇം മിനൽ ലഗ്വി വർറഫത്ത്, നോമ്പുകാരന്റെ അനാവശ്യമായ സംസാരങ്ങളിൽ നിന്നും അതുപോലെ അശ്ലീലമായ പെരുമാറ്റ സംസാരങ്ങളിൽ നിന്നുമുള്ള ശുദ്ധീകരണം. അതായത് ഒരാളുടെ നോമ്പിൽ ഉണ്ടായേക്കാവുന്ന ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ നോമ്പുകാരൻ ശ്രമിക്കേണ്ടതാണ്. അതിൽ നിന്നുള്ള രക്ഷക്കാണ് നോമ്പ് നോൽക്കുന്നത്. അങ്ങനെയാണ് അയാൾ തഖ്വ കൈവരിക്കേണ്ടത്. ഇതൊക്കെ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഒരാളിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായി പോയാൽ അതിനുള്ള ശുദ്ധീകരണം വരുത്തുക, അയാളുടെ നോമ്പിനെ രക്ഷപ്പെടുത്തുക എന്നതാണ് ഈ സക്കാത്തുൽ ഫിത്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോമ്പുകാരന്റെ നോമ്പിന്റെ ശുദ്ധീകരണം. പക്ഷേ അപ്പോൾ ഒരു ചോദ്യമുണ്ടാകും, നോമ്പുകാരൻ മാത്രം കൊടുത്താൽ പോരെ? അല്ല, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കുട്ടിയാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുടുംബത്തിൽ ബുദ്ധി തകരാറ് സംഭവിച്ചവരോ ചെറിയ കുട്ടികളോ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അവരുടെ പേരിൽ സക്കാത്ത് നൽകേണ്ടതുണ്ട് എന്നർത്ഥം. അതുകൂടി നോമ്പുകാരന്റെ ശുദ്ധീകരണത്തിനുള്ള മാർഗമാണ്. രണ്ടാമത്തേത്, സാധുക്കൾക്കുള്ള ഭക്ഷണം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചത്. പെരുന്നാൾ ദിവസം ആരും പട്ടിണി കിടക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ ദിവസത്തെ ഭക്ഷണം ലഭിക്കുക എന്നത് സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാക്കിയതിന്റെ രണ്ടാമത്തെ ലക്ഷ്യമാണ്. നാലാമത്തെ കാര്യം, സക്കാത്തുൽ ഫിത്റിന്റെ ഹുക്ം എന്താണ്? അത് നിർബന്ധമാണോ അതല്ല സുന്നത്താണോ? നിർബന്ധമാണ്. കാരണം അലാകുല്ലി നഫ്സിൻ മിനൽ മുസ്ലിമീന എന്നാണ്. അലാകുല്ലി നഫ്സിൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽപ്പെട്ട എല്ലാ നഫ്സിനും, എല്ലാ വ്യക്തിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർബന്ധമാക്കിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ബുദ്ധിയുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ചെറിയവനെന്നോ വലിയവനെന്നോ വ്യത്യാസമില്ല. മുസ്ലിങ്ങളിൽപ്പെട്ട എല്ലാ ഓരോ വ്യക്തിയുടെയും മേൽ ബാധ്യതയാകുന്നു. സ്വതന്ത്രനാകട്ടെ, അടിമയാകട്ടെ, ആണാകട്ടെ, പെണ്ണാകട്ടെ, ചെറിയവനാകട്ടെ, വലിയവനാകട്ടെ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത 984 നമ്പർ ഹദീസിൽ ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ പ്രയോഗിച്ചിട്ടുള്ള വാക്ക് നിർബന്ധമാക്കി എന്നതാണ്. അപ്പോ ഇത് ഐച്ഛികമായ കാര്യമല്ല, നിർബന്ധമാകുന്നു. ഇനി നിർബന്ധമാക്കി എന്ന് പറയുമ്പോൾ ഇത് കുടുംബനാഥന്റെ മേലാണോ ബാധ്യതയാകുന്നത്, അതല്ല ഓരോരുത്തന്റെയും ബാധ്യതയാണോ? ഹദീസിലെ പ്രയോഗമനുസരിച്ച് അലാകുല്ലി നഫ്സിൻ എന്ന് പറഞ്ഞാൽ ഓരോ നഫ്സിന്റെയും ബാധ്യതയാണ്. ഇവിടെ സ്വാഭാവികമായും ചെറിയ കുട്ടികൾ, അധ്വാനിക്കാത്ത, സാമ്പത്തിക ശേഷിയില്ലാത്ത ചെറിയ കുട്ടികൾ, അതുപോലെ തന്നെ ഭ്രാന്തോ അതുപോലെയുള്ള ബുദ്ധിപരമായ തകരാറുകളോ ഉള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയുണ്ടാകുന്നില്ല. അവരുടേത് നൽകേണ്ടത് രക്ഷിതാവ് തന്നെയാണ്. എന്നാൽ പ്രായപൂർത്തിയെത്തിയ അധ്വാനശേഷിയുള്ള, അധ്വാനിക്കാൻ കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു കുടുംബനാഥന് കീഴിൽ ജീവിക്കുന്ന ആളാണെങ്കിലും അവന്റെ തന്നെ വ്യക്തിപരമായ ബാധ്യതയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ഹദീസിന്റെ പ്രയോഗം അങ്ങനെയാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് മറ്റ് ബാധ്യതകളെ പോലെ തന്നെ ഇവിടെ സംബോധന ഓരോ നഫ്സിനോടുമാകുന്നു. അലാ കുല്ലി നഫ്സിൻ എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അല്ലയോ മനുഷ്യ, നിന്നോടാണ് സക്കാത്തുൽ ഫിത്റിനെ സംബന്ധിച്ച് സംബോധന ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിനക്ക് ബാപ്പയുണ്ടെങ്കിലും നിനക്ക് സഹോദരനുണ്ടെങ്കിലും, ഇനിയൊരു പെണ്ണാകട്ടെ, പെണ്ണിന് ഭർത്താവുണ്ടെങ്കിലും ഓരോരുത്തരും സ്വയം നൽകാൻ ബാധ്യസ്ഥരാകുന്നു. എന്നാൽ കുടുംബനാഥൻ അത് നൽകാൻ തയ്യാറാവുകയാണെങ്കിൽ കുടുംബനാഥൻ നൽകുന്നതിന് കുഴപ്പമില്ല. മറ്റുള്ളവർ ആരുടെ പേരിൽ കുടുംബനാഥൻ നൽകിയോ അവർ ആ ബാധ്യതയിൽ നിന്ന് ഒഴിവാകും എന്നർത്ഥം. ഇത് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു സംഗതിയാണ്. ഒരു കുടുംബത്തിൽ തന്നെ അധ്വാനിക്കാൻ ശേഷിയുള്ള, പൈസയുള്ള മക്കളുണ്ടെങ്കിലും അതൊക്കെ വാപ്പ ആയിക്കൊള്ളും എന്ന് വിചാരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഓരോരുത്തന്റെയും ബാധ്യതയാണ്, അവനോടാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഞ്ചാമത്തെ കാര്യം, സക്കാത്തുൽ ഫിത്ർ നൽകേണ്ടുന്ന സമയം എപ്പോഴാണ്? അതിന്റെ ആദ്യ സമയം നേരത്തെ സൂചിപ്പിച്ചു, അത് സൂര്യൻ അസ്തമിച്ചത് മുതലാണ്. ഏതുവരെ ആകാം? പെരുന്നാൾ ദിവസത്തെ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കപ്പെടുന്നതിന് മുമ്പ് വരെ. അത് കഴിഞ്ഞാൽ പിന്നെ അത് സ്വീകരിക്കപ്പെടുകയില്ല. സ്വീകരിക്കും, പക്ഷേ അത് സക്കാത്തായി സ്വീകരിക്കുകയില്ല, സദഖയായി മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് ഒരാൾ കൊടുക്കുന്നതെങ്കിൽ അയാളുടേത് വെറും സദഖയായിരിക്കും എന്നർത്ഥം. എന്നാൽ ഒരാൾ സക്കാത്തുൽ ഫിത്ർ നൽകാൻ മറന്നുപോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പെരുന്നാൾ ദിവസം പിന്നെയും സമയങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന് പെരുന്നാളാണ് എന്ന് ഒരാൾക്ക് മനസ്സിലായത്, അറിഞ്ഞത് എങ്കിൽ എപ്പോഴാണോ അയാൾക്ക് ഓർമ്മയായത്, എപ്പോഴാണോ അയാൾക്ക് അറിവുണ്ടായത്, അപ്പോൾ അയാൾ അത് നൽകാൻ ബാധ്യസ്ഥനാണ്. അയാളുടെ സമയം അവസാനിച്ചിട്ടില്ല, അറിഞ്ഞപ്പോഴാണ് അയാൾക്കത് ബാധ്യതയായി തീർന്നത് എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്.
ഇനി എപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ സമയം ഇവിടെ വിശദീകരിച്ചു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീനും സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് അത് നിർബന്ധമാകുന്നത് എന്ന് പറഞ്ഞു. നൽകേണ്ട അവസാന സമയം പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പാണ് എന്നും പറഞ്ഞു. എന്നാൽ ഇതിൽ ഇളവ് നൽകപ്പെട്ടിട്ടുണ്ട്. 1, 2 അല്ലെങ്കിൽ 3 ദിവസമോ മുമ്പ് ഒരാൾക്ക് സക്കാത്തുൽ ഫിത്ർ നൽകാവുന്നതാണ്. അത് ഹദീസുകളിൽ വ്യക്തമാണ്. സഹാബത്ത് അങ്ങനെ നൽകിയിരുന്നു. സക്കാത്തുൽ ഫിത്ർ പിരിക്കാൻ വരുന്ന, ശേഖരിക്കാൻ വരുന്ന ആളുകൾക്ക് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് അത് നൽകാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ്സിൽ 10/26 പറഞ്ഞിട്ടുള്ളത്, നമ്മളെല്ലാവരും സക്കാത്തുൽ ഫിത്രെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, അത് നേരത്തെ ഫിത്റിന്റെ ദിവസത്തിന് മുമ്പ് നൽകുക എന്നത് അനുവദനീയമല്ല. 2 അല്ലെങ്കിൽ 3 ദിവസത്തിന് മുമ്പ് അത് കൊടുക്കാവതല്ല. ചില ആളുകൾ റമദാനിന്റെ ആദ്യം തൊട്ട് അല്ലെങ്കിൽ റമദാനിന്റെ പകുതി മുതൽക്ക് തന്നെ ഇത് നൽകുന്ന ആളുകളുണ്ട്. ഹാദാ ഖിലാഫു സുന്ന, അത് സുന്നത്തിനെതിരാണ്. ഒരു 3 ദിവസത്തിന്റെ മുന്നേ സക്കാത്തുൽ ഫിത്ർ നൽകുക എന്നത് നബിചര്യക്കെതിരാണ് എന്നാണ് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ ഒരു ചോദ്യത്തിന് മറുപടിയായി സക്കാത്തുൽ ഫിത്റുമായി ബന്ധപ്പെട്ട പുസ്തകത്തിന്റെ 8ാമത്തെ പേജിൽ നമുക്ക് കാണാം, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, അതായത് റമദാനിന്റെ അവസാന ദിവസത്തെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് സക്കാത്തുൽ ഫിത്ർ നൽകൽ അനുവദനീയമല്ല. കാരണം എന്താണ്? അപ്പോഴാണ് അയാൾക്കത് നിർബന്ധമാകുന്നത്. എന്നാൽ 2, 3 ദിവസം മുമ്പ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു റുഖ്സ, ഇളവ് മാത്രമാകുന്നു. ഈ ഇളവ് ഹദീസിൽ അനുവദിക്കപ്പെട്ടതാണ്. അതിനപ്പുറത്തേക്ക് റമദാന്റെ പകുതി മുതൽക്കോ 20 മുതൽക്കോ തന്നെ സക്കാത്തുൽ ഫിത്ർ നൽകുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന് മുഹമ്മദ് സാലിഹ് അൽ ഉസൈമീനും വിശദീകരിച്ചത് കാണാം. നമ്മുടെ നാടുകളിൽ സംഘടിതമായി സക്കാത്തുൽ ഫിത്ർ ശേഖരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന സ്ഥലങ്ങളിൽ നേരത്തെ തന്നെ ആളുകളിൽ നിന്ന് പണം ശേഖരിക്കുന്നു. ഇത് സംഘടിപ്പിക്കുന്ന ആളുകളുടെ സൗകര്യത്തിന് വേണ്ടിയാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീനോടുള്ള ഒരു ചോദ്യം, ഞങ്ങൾ സക്കാത്തുൽ ഫിത്ർ ശേഖരിച്ച് അത് ഞങ്ങളുടെ നാട്ടിലെ ഫഖീഹിന്, അതായത് ഞങ്ങളുടെ നാട്ടിലെ ഒരു മൗലവി അല്ലെങ്കിൽ ഒരു മുസ്ലിയാർ എന്നർത്ഥം, അങ്ങനെ നാട്ടിലെ പണ്ഡിതനെ അത് ഏൽപ്പിക്കുന്നു. അയാളാണ് അത് അർഹരായ ആളുകൾക്ക് വിതരണം ചെയ്യാറുള്ളത്. അതിന് വല്ല കുഴപ്പവും ഞങ്ങൾക്കുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി, സത്യസന്ധനും വിശ്വസ്തനുമായ ഒരാളാണ് ഈ ഫഖീഹ് എങ്കിൽ നിങ്ങൾ വിതരണത്തിന് വേണ്ടി അയാളെ ഏൽപ്പിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല, അങ്ങനെ ഏൽപ്പിക്കാവുന്നതാണ്. പക്ഷേ വലാകിൻ യകൂനു ദഫ്ഉ ഖബ്ലൽ ഈദ് ബിയൗമിൻ ഔ ബിയൗമൈൻ വയഖൂമുൽ ഫഖീഹു ബിതസ്ലീമിഹാ ഫി യൗമിൽ ഈദ്. നിങ്ങൾ സക്കാത്ത് ഈ ഫഖീഹിനെ, അതായത് ആരെയാണോ വിതരണത്തിന് ഏൽപ്പിക്കുന്നത് അയാളുടെ പക്കൽ നിങ്ങൾ സക്കാത്ത് നൽകേണ്ടത് പെരുന്നാളിന്റെ 1, 2 ദിവസം മുമ്പായിരിക്കണം. അതിന് മുമ്പ് പാടില്ല. ഈ കാര്യം ഏൽപ്പിക്കപ്പെട്ട ഫഖീഹ് അയാൾ അത് വിതരണം ചെയ്യേണ്ടത് പെരുന്നാൾ ദിവസത്തിലായിരിക്കണം എന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ നേരത്തെ തന്നെ ഇത് ശേഖരിക്കുക, നേരത്തെ കൊടുക്കുക എന്ന് പറയുന്നത് പ്രവാചകന്റെ ചര്യക്കും നടപടികൾക്കും എതിരാണ് എന്നർത്ഥം. അപ്പോൾ സംഘടിതമായി ചെയ്യുന്ന ആളുകൾക്കുള്ള ഈ നേരത്തെ വാങ്ങുന്നതിനും കൊടുക്കുന്നതിനുള്ള ന്യായീകരണവും ഇല്ല എന്നതാണ് ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് അൽ ഉസൈമീന്റെ ഫത്വയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം വീണ്ടും അതേ കാര്യം ആവർത്തിച്ചത് കാണാൻ സാധിക്കും. 1, 2 ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല 3 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സ്വീകരിച്ചാൽ പോലും അതിലപ്പുറം പാടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഷെയ്ഖ് ഉസൈമീൻ ആവർത്തിച്ചു പറയുന്നു, ഈ സക്കാത്തിന്റെ പേര് തന്നെ സക്കാത്തുൽ ഫിത്ർ എന്നാണ്. ഫതുലാഫു ഇലൽ ഫിത്ർ, അത് ഫിത്റിലേക്കാണ് ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഫിത്ർ എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിക്കുക എന്നതാണ്. വലൗ ഖുൽനാ ബി ജവാസി ഇഖ്റാജിഹാ ബി ദുഖൂലി ശഹരി കാന ഇസ്മുഹാ സക്കാത്ത സിയാം എന്നു. റമദാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ സക്കാത്തുൽ ഫിത്ർ നൽകാം എന്ന് പറയുകയാണെങ്കിൽ, അത് അനുവദനീയമാണ് എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ പേര് പിന്നെ സക്കാത്തുൽ ഫിത്ർ എന്നല്ല, സക്കാത്തു സിയാം, നോമ്പിന്റെ സക്കാത്ത് എന്ന് പറയേണ്ടി വരും. എന്നാൽ ഇവിടെ പെരുന്നാൾ ദിവസത്തെ നമസ്കാരത്തിന്റെ മുമ്പ് എന്ന് സമയം നിശ്ചയിക്കപ്പെട്ട ഒരു കാര്യമാണ് ഈ സക്കാത്തുൽ ഫിത്ർ. മറിച്ച് 2 ദിവസമോ 1 ദിവസമോ മുമ്പ് നൽകുക എന്നുള്ളത് ഒരു ഇളവ് മാത്രമാകുന്നു എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് സക്കാത്തുൽ ഫിത്റിന്റെ ഇനങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കൊടുക്കാം. ഹദീസുകളിൽ സാഅ മിൻ തംറിൻ ഔ സാഅ മിൻ ശഈരിൻ, ഒരു സാഴ് കാരക്ക അല്ലെങ്കിൽ ഒരു സാഴ് ബാർലി. വേറെ മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ സക്കാത്തുൽ ഫിത്റായി നൽകാറുണ്ടായിരുന്നത് ഒരു സാഴ് ഭക്ഷണമാണ്. അവിടെ ഇന്നത് എന്ന് പറഞ്ഞിട്ടില്ല, നാട്ടിലെ ഭക്ഷണം എന്താണോ ഭക്ഷണം, അല്ലെങ്കിൽ ഒരു സാഴ് ബാർലി,
അതും അന്ന് ഭക്ഷണമായി ഉപയോഗിച്ചതാണ്. ഒരു സാഴ് കാരക്ക, അല്ലെങ്കിൽ ഒരു സാഴ് പാൽക്കട്ടി, അല്ലെങ്കിൽ ഒരു സാഴ് ഉണക്കമുന്തിരി. അപ്പോൾ ഭക്ഷണമായി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നൽകാം, അത് സഹാബത്ത് നൽകിയിരുന്നു എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നും നമ്മുടെ നാട്ടിലെ പല ആളുകളുടെയും ധാരണ നാട്ടിലെ മുഖ്യാഹാരം എന്താണോ അതേ കൊടുത്തുകൂടൂ എന്നാണ്. ഇവിടെ മുഖ്യാഹാരം എന്നല്ല, ആഹാരമായി ഉപയോഗിക്കും, അതായത് ഒരു വസ്തു ഒരു നേരത്തെ ഭക്ഷണമായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്താണോ അത് പറ്റും എന്നതാണ്. അത് അരിയാകാം, ഗോതമ്പാകാം, ബാർലിയാകാം, കാരക്കയാകാം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാൽക്കട്ടിയാകാം, അല്ലെങ്കിൽ ഉണക്കമുന്തിരിയാകാം. ഇതൊക്കെ ഹദീസുകളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുഖ്യാഹാരം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കടന്നു വരുന്നത് അരി. അരിക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ആളുകൾക്ക് ചിന്തിക്കാനേ സാധിക്കുന്നില്ല. അപ്പൊ മുഖ്യാഹാരം എന്നതില്ല. ആഹാരമായി ഉപയോഗിക്കപ്പെടുന്ന, പ്രധാന ആഹാരമായി ഉപയോഗിക്കപ്പെടുന്ന വസ്തുക്കൾ എന്തോ അതൊക്കെ. മുഖ്യാഹാരം എന്ന് പറയുമ്പോൾ ആഹാരമായി ഉപയോഗിക്കപ്പെടുന്നതിൽ ഏറ്റവും മുഖ്യമായത്, അങ്ങനെ പറയുമ്പോൾ അരി മാത്രമേ ഉണ്ടാകൂ. നമ്മുടെ നാട്ടിൽ ഏറ്റവും മുഖ്യമായി ഉപയോഗിക്കപ്പെടുന്നത് അരി മാത്രമാണ്. ആ ധാരണ തെറ്റാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പണ്ഡിതന്മാർ ഇതിന്റെ അടിസ്ഥാനത്തിൽ പയറുകളോ കടല ഉൽപ്പന്നങ്ങളോ അതുപോലെ തന്നെ ആട്ട, മൈദ, റവ, പത്തിരിപ്പൊടി, പുട്ടുപൊടി, ഇതുപോലുള്ള പൊടികളും ആകാം എന്ന് വിശദീകരിച്ചിട്ട് ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് അൽ ഉസൈമീൻ പറഞ്ഞു, പൊടിയാണെങ്കിൽ അവിടെ തൂക്കമാണ് പരിഗണിക്കേണ്ടത്, അളവല്ല. തൂക്കം നോക്കി കൃത്യമായി അതുണ്ടോ എന്ന് നോക്കണം. കാരണം പൊടിയും ധാന്യവും തമ്മിൽ അളവിൽ വ്യത്യാസം വരുന്നു. അതുകൊണ്ട് അവിടെ തൂക്കമാണ് പരിഗണിക്കേണ്ടത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതും നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ വീടുകളിൽ സാധാരണ നമ്മുടെ നാട്ടിൽ ചോറ് വെക്കുന്ന അരി, ചാക്കരി എന്നോ മൂടരി എന്നോ പറയുന്ന സാധനം ഇഷ്ടം പോലെ സുലഭമാണ്. മിക്ക വീടുകളിലും പല രീതികളിൽ ലഭിച്ചിട്ടുണ്ട്. റമദാനിൽ കിട്ടിയത് വേറെയും ഉണ്ടാകും. ആ അവസരത്തിലൊന്ന് മാറി ചിന്തിക്കുന്നത് നല്ലതാണ്. അരിക്ക് പുറമെ ഭക്ഷണമായി ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുന്ന വസ്തുക്കൾ നൽകിയാൽ അത് കിട്ടുന്ന ആളുകൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഇനി അരി തന്നെ ഇന്ന് പൊതുവെ വില കൂടിയതും വിതരണം കുറഞ്ഞതുമായ ഒരു സാധനമാണ് പച്ചരി എന്ന് പറയുന്നത്. അപ്പോൾ ചോറ് വെക്കുന്ന അരിക്ക് പകരം പച്ചരി കൊടുത്താൽ അത് ആളുകൾക്ക് കൂടുതൽ ഉപകാരം കിട്ടും. പെരുന്നാളിനും അത് ഉപയോഗിക്കാൻ പറ്റും. അതല്ല, കുറച്ചുകൂടി സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് കോല അരി കൊടുക്കാൻ പറ്റും. 60-70 രൂപക്ക് നല്ല അരി കിട്ടും. അതിനേക്കാൾ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട അരികൾ നൽകാൻ സാധിക്കും. സംഘടിതമായ രീതിയിൽ മാത്രം നൽകപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ന്യൂനത എന്ന് പറയുന്നത് ആളുകൾക്ക് അവനിഷ്ടപ്പെട്ടത് നൽകാൻ സാധിക്കുകയില്ല. കമ്മിറ്റിക്കാരൻ തീരുമാനിച്ചുറപ്പിച്ചത് മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. അവിടെ നാട്ടിൽ ആളുകളുടെ ആവശ്യങ്ങളും പരിഗണിക്കപ്പെടാതെ പോകുന്നു എന്നതാണ്. എന്നാൽ സ്വതന്ത്രമായി നൽകുമ്പോൾ തന്റെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് നൽകാൻ സാധിക്കുന്നു. കമ്മിറ്റി ഒരു സംഖ്യ നിശ്ചയിച്ചാൽ അതിലപ്പുറത്ത് ശേഷിയുള്ളവരുണ്ടാകും, അതിന്റെ താഴെയുള്ളവരുണ്ടാകും. അപ്പൊ താഴേക്കിടയിലുള്ള ആളുകളെ പരിഗണിച്ചുകൊണ്ടാണ് ഒരു സംഖ്യ തീരുമാനിച്ച് സാധനങ്ങൾ വാങ്ങുന്നത്. അതിനേക്കാൾ കൃത്യമായി നൽകാൻ സാധിക്കുക വ്യക്തികൾ സ്വന്തമായി ഏറ്റെടുത്ത് അത് നൽകുമ്പോഴാണ്. ഇന്ന് അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന സാഹചര്യമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഭക്ഷ്യവസ്തുക്കളായി ഉപയോഗിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പഞ്ചസാര, ഉപ്പ്, വെളിച്ചെണ്ണ, സവാള, പച്ചക്കറികൾ ഇതൊക്കെ ഭക്ഷണമായി ഉപയോഗിക്കുന്നവയാണ്. പക്ഷെ അത് മാത്രം ഒരാൾ ഭക്ഷണമായി ഒരാൾ പഞ്ചസാര മാത്രം ഭക്ഷണമായി കഴിക്കുകയില്ല, എണ്ണ മാത്രം ഒരാൾ ഭക്ഷണമായി കഴിക്കുകയില്ല. അത് മറ്റ് ഭക്ഷണത്തിന്റെ കൂടെ ചേർക്കുന്ന വസ്തുക്കളാണ്. അപ്പൊ ഇത്തരം സാധനങ്ങൾ, ഉപ്പ്, പഞ്ചസാര, എണ്ണ, സവാള, തക്കാളി പോലുള്ള കാര്യങ്ങൾ സക്കാത്തുൽ ഫിത്റായി നൽകാൻ സാധിക്കുകയില്ല. കാരണം അത് മുഖ്യ ആഹാരമായി ഉപയോഗിക്കപ്പെടുന്നവയല്ല. ഇതും പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏഴാമത്തെ കാര്യം ഇവിടെ എത്ര കൊടുക്കണമെന്നതാണ്. ഹദീസിൽ ഒരു സാഴ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള വിശദമായ കാര്യങ്ങൾ കഴിഞ്ഞ സവാൽ ജവാബിൽ വന്നിട്ടുള്ള ചോദ്യോത്തരത്തിന് മറുപടിയായി ഒരു സാഴ് എത്ര എന്നത് വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. 200 മുതൽ 3 കിലോ വരെ അഭിപ്രായപ്പെട്ട ആളുകളുണ്ട്. പല നിരത്തിലുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച ആളുകൾ. ആ കൂട്ടത്തിൽ സനദോടുകൂടി ലഭിച്ചിട്ടുള്ള സാഴും മുദ്ദും വെച്ച് അളന്ന് വലിയ പണ്ഡിതനായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് അൽ ഉസൈമീൻ പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണ് അതിൽ കൂടുതൽ കൃത്യമായി തോന്നുന്നത്. അല്ലാഹു അഅലം. ഗോതമ്പാണെങ്കിൽ 2 കിലോ 40 ഗ്രാമും അരിയാണെങ്കിൽ 2 എന്നതാണ്. 2 കിലോ എന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അത് കൊടുക്കുന്നവരും സംഘടിതമായി നൽകുന്നവരാണെങ്കിൽ അവരും ഒക്കെ. ഇനി പണം വാങ്ങുകയും എന്നിട്ട് മുന്തിയ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങി കൊടുക്കുമ്പോൾ അളവ് കുറച്ചു കൊടുക്കുകയും ചെയ്താൽ അതും സക്കാത്തുൽ ഫിത്റാവുകയില്ല. കൊടുക്കുന്ന വസ്തു ഈ പറഞ്ഞ അളവിലുണ്ടാകണം. അപ്പൊ മുന്തിയ വസ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതിനനുസരിച്ച് പണം ശേഖരിക്കുകയും അത് സംഘടിപ്പിക്കുകയും ചെയ്യാനും ശ്രമിക്കേണ്ടതുണ്ട്.
എന്നത് നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ സക്കാത്തുൽ ഫിത്ർ നൽകി നമ്മുടെ നോമ്പിനെ ശുദ്ധീകരിക്കുവാനും അതോടൊപ്പം സാധുക്കൾക്ക് അതൊരു ഭക്ഷണമാകുവാനും ഈ സാഹചര്യം ഉപയോഗപ്പെടുത്താൻ